ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഈ നെറ്റ്വർക്കിൻ്റെ കേബിൾ ഇടേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശം എന്ന് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മളെ ഈ ഇവിടുത്തെ ഗേറ്റ് ഉണ്ടല്ലോ, ഗേറ്റ് ഓട്ടോമേഷനാണ് വരുന്നത്. അതേപോലെ തന്നെ ഡോർബെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോർബെല്ലിൽ തന്നെ 2 ടൈപ്പ് ഡോർബെല്ല് വരുന്നുണ്ട്. നോർമൽ ടൈപ്പും അതേപോലെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള, ക്വാളിറ്റി പറഞ്ഞാൽ കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി വരുന്ന ടൈപ്പും വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഡോർബെല്ല് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ, അപ്പോൾ ഒരു വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഇവിടുന്ന് കാണാൻ പറ്റും. നോർമൽ ഡോർബെല്ലാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്. അവിടുന്ന് ഡോർബെല്ലിൽ നേരെ ഈ പറഞ്ഞ മോണിറ്ററിലേക്ക് ഒറ്റ വയർ ഇടേണ്ടാവുള്ളൂ, CAT 6 വയർ, വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് അതായത് വൈഫൈ ത്രൂ പ്രകാരം അവർക്ക് കാണാൻ പറ്റുന്ന ലെവലിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റ് ഓട്ടോമേഷനും വരുന്നുണ്ട്, അതേപോലെ ഡോർബെല്ലും വരുന്നുണ്ട്. പിന്നെ പുറത്തു കൂടി ഒരു 3 CC ക്യാമറയുടെ വയറും കൂടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നെറ്റ്വർക്കിൻ്റെ, അതേപോലെ തന്നെ നെറ്റ്വർക്കും അണ്ടർഗ്രൗണ്ടാണ് ഇവിടെ വരുന്നതെല്ലാം. അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് കംപ്ലീറ്റ് പോകുന്നത്. ഒറ്റ വയർ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ട് കൂടി ഒന്നും കാണില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്തെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയ്ക്ക് പോകാം. അപ്പോൾ ഇവിടെ ആണോ ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഡോർബെല്ല് സെറ്റിങ് വരുന്നത് കേട്ടോ. ഇവിടെ 2 CAT 6 വയർ UG ആണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ടത് അതേപോലത്തെ UG വയറാണ് ഇവിടെ കൊടുന്ന് നിർത്തിയിരിക്കുന്നത്. 2 CAT 6 ആണ്. അപ്പോൾ ഇതിപ്പോൾ നോർമലായിട്ടൊരു ഡോർബെല്ലാണെന്നുണ്ടെങ്കിലേ, ഇപ്പോൾ നോർമലായിട്ട് ഡോർബെല്ല് വരുമ്പോൾ ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ ഡൈനിങ്ങിലോ ലിവിങ്ങിലോ എവിടെയെങ്കിലും ഒരു മോണിറ്റർ ഉണ്ടാവും. അപ്പോൾ മോണിറ്ററേക്ക് മെയിനായിട്ട് കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് ഒരൊറ്റ CAT 6 വയർ ഇട്ടാൽ മതി. ഈ വൈഫൈ ത്രൂ നെറ്റ്വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് രാജ്യത്തോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ അറിയാനും ഗേറ്റ് തുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നെറ്റിൻ്റെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തുറന്നു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ CAT 6 വയറുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ 2 CAT 6 വയറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു CAT 6 വയർ ഗേറ്റ് എവിടെ വരുന്നോ അവിടേക്ക് ഇടേണ്ടത്. നമ്മൾ ഗേറ്റ് തുറക്കുമല്ലോ, ഈ ഗേറ്റ് തുറക്കുന്ന സമയത്ത് അവിടെ ഒരു മോട്ടർ വരും, അല്ലെങ്കിൽ ചിലതിന് പാനൽ ബോർഡ് വരും, പാനലിൻ്റെ ഉള്ളിൽ, അതിന് മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ പാനൽ വരുന്നത്. അപ്പോൾ ഒരു CAT 6 വയർ ഇതിൽ നിന്നൊരു എടുത്തിട്ട് CAT 6 വയർ നേരെ ഗേറ്റിൻ്റെ അവിടേക്ക് കൊണ്ടു വെക്കണം. അതേപോലെ പിന്നെ ഒരു CAT 6 വയർ, 2 CAT 6 ആണല്ലോ ഞാൻ പറഞ്ഞത്, അത് ഒന്ന് ത്രൂ കൊണ്ടുപോയിട്ട് നേരെ നമ്മൾ വൈഫൈ എവിടെ വെക്കുന്നു, അല്ലെങ്കിൽ TVയുടെ മോണിറ്ററും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടാവില്ല, വൈഫൈ എവിടെ വെക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ POBൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ആ രണ്ടാമത്തെ CAT 6 വയർ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ഡോർബെല്ലിൻ്റെ നമുക്ക് കംപ്ലീറ്റ് ഫിനിഷായി. പിന്നെ പലരും ചിന്തിക്കുന്ന ഡിസ്പ്ലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് കിച്ചൻ്റെ ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ മോണിറ്റർ വെക്കുന്നത്. അപ്പോൾ കിച്ചൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഡോർബെല്ല് അടിച്ചു കഴിഞ്ഞാൽ ആരാണ് എന്താണെന്ന് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടുന്ന് ബെല്ലടിച്ച് കഴിഞ്ഞാൽ നേരെ കിച്ചൻ്റെ ഉൾഭാഗത്താണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. കിച്ചൻ്റെ ആ മോണിറ്റർ വെക്കുന്നുണ്ടല്ലോ, ആ മോണിറ്ററിൻ്റെ അവിടുന്ന് നേരെ ഒരു CAT 6 വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ഇൻ്റർനെറ്റ് വരുന്ന POB വരുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ അതിലേക്കുള്ള വൈഫൈയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ത്രൂ ആയി കിട്ടും. ഇത് നേരെ വന്നിട്ട് ഇതിലേക്ക് കിട്ടും. അപ്പോൾ കിച്ചൻ്റെ അവിടെ തന്നെ നമുക്കൊരു CAT 6 വയർ സെപ്പറേറ്റ് ആയിട്ട് ഈ മോട്ടർ ഉണ്ടല്ലോ ഇതിലേക്ക് ഒരു വയർ കൊണ്ടുവരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടുന്ന് ബെൽബുഷ് അമർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി തുറക്കാൻ വേണ്ടിയിട്ട് അതിനൊരു CAT 6 വയർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഡോർബെല്ല് വെക്കുന്ന ഭാഗത്തുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു ഡോർബെല്ല് വെക്കുന്നത്, അപ്പോൾ അവിടുന്ന് വരുന്ന ഒരു വയർ നേരെ ഒന്ന് നേരത്തെ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ അവിടേക്ക്, അതായത് അവിടേക്ക് കൊണ്ടുപോകണം. ഒന്ന് നേരെ വന്നിട്ട് നേരെ ഈ പറഞ്ഞ പോലെ മോട്ടറിൻ്റെ ഗേറ്റ് ഓട്ടോമേഷൻ്റെ മോട്ടർ വരുന്ന കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ സിൻഡെക്സ് ബോക്സ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഒരു ഭാവിയിലൊരു മെയിൻ്റനൻസ് വരികയാണെങ്കിൽ നമുക്കത് വലിക്കാനൊക്കെ ഒന്നുകൂടി യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ UG കേബിളും വന്നിട്ടുണ്ട്. UG കേബിൾ ഇവിടുന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മോട്ടറിലേക്ക് പോകട്ടോ. അതിന് മോട്ടറിൻ്റെ ഉൾഭാഗത്താണ്, ഇത് അടിയിലാണ് വരിക. അത് മൊത്തം സ്ലൈഡിങ് ഗേറ്റ് ആയതുകൊണ്ട് അടിയിലാണ് മോട്ടർ വരിക. അപ്പോൾ അതിൽ ഈ കണ്ട വയറൊക്കെ പാടെ അതിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കണ്ട വയർ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സിൻഡെക്സ് ബോക്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വന്ന ആൾക്കാർ പറഞ്ഞത് അത് വേണ്ട, നെയ്റ്റ് അവിടെ കൊടുക്കുക, ബോക്സ് വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്കൊരു മെയിൻ്റനൻസ് ഇനി ഭാവിയിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് വെച്ച് ചെയ്യാൻ ഏറ്റവും നല്ലത്, നമുക്ക് വലിക്കാനൊക്കെ ഒന്നുകൂടി യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ കണ്ടു 2 CAT 6 വയർ നമ്മളിവിടെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ശരിക്കും 2 അല്ല, ഒരു വയറും കൂടി ഇടാണ്ട്. അതാണെന്ന് വെച്ചാൽ അവിടെ സെൻസർ വരും. നമുക്ക് ഈ
ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഗേറ്റ് തുറക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ആവാനും അല്ലെങ്കിൽ പട്ടി പൂച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ നായ്ക്കളൊക്കെ വരുന്ന സമയത്ത് അതൊരു ഇത് ജാമായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സെൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ 2 സെൻസറിന് 2 ഗേറ്റിൻ്റെ ഫില്ലറിൽ നമുക്കൊരു 14-15 ഇഞ്ച് വെച്ചിട്ടാണ് ആ സെൻസർ വെക്കുക. അത് ഓരോ ടൈപ്പിനും ഓരോന്നാണ് വരിക. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഒരു 15-16 ഇഞ്ചിൽ കറക്റ്റായിട്ടാണ് സെൻസർ വെക്കുക. ആ സെൻസർ വെക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനാണ് 2 സെൻസറിന് വയറിട്ടിങ്ങനെ കേട്ടോ. അപ്പോൾ അതിന് ലൂപ്പ് ചെയ്തിട്ട് ഈ മോട്ടർക്ക് ഇട്ടിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു സെൻസർ കൂടിയും വരും. അപ്പോൾ 2 സെൻസറിൻ്റെ വയർ കാറ്റ് 6ൻ്റെ വയർ ഈ ഭാഗത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ യു ജി ആണ്, നമ്മൾ 2.5ൻ്റെ യു ജി ആണ് ഇട്ടിരിക്കുന്നത് മോട്ടറിന്. ഇത് DC മോട്ടറാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ യു ജി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ വയർ 2 കോർ ഇട്ടിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 2 കോറല്ല 3 കോറാണ് ഇതിലിട്ടിരിക്കുന്നത് കേട്ടോ. 3 കോറിൻ്റെ വയറാണ് ഇട്ടിരിക്കുന്നത്. ഒരു വയർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. പിന്നെ എർത്ത് നമ്മൾ അവിടെ ചെറുതായിട്ട് അടിച്ച് താത്തി കൊടുക്കുക ചെയ്യുക. ഇതിൽ എർത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ കൊടുക്കട്ടോ. ബോഡി എർത്ത് അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പൈപ്പ് ഇപ്പോൾ വരുന്നത് 2 പൈപ്പ് കണ്ടോ. ഇവിടെ മൊത്തം വരുന്ന പൈപ്പുകൾ 1, 2, 3, 4, 5, 6 പൈപ്പ് വരുന്നുണ്ട്. ഈ 3 പൈപ്പ് നമ്മൾ വരുന്ന കേബിളിലാണ്. ഈ 3 വരുന്നത് റിട്ടേൺ ഇറങ്ങാനുള്ളതാണ് കേട്ടോ. അപ്പോൾ റിട്ടേൺ ഇറങ്ങി പോകാനുള്ള കേബിളിനും കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിട്ടേൺ കയറിയിട്ട് തിരിച്ചു പോകുന്നു മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ നിന്നുള്ള വരുന്ന പൈപ്പും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ നമ്മൾ സ്പ്രിംഗ്ലറിന് ഇട്ടുന്ന പൈപ്പുകളാണ് കേട്ടോ. സ്പ്രിംഗ്ലർ നമ്മൾ ആദ്യം ഒരു ലെയർ 2 അടി വെച്ചിട്ട് താത്തിയിട്ടാണ് മണ്ണ് കംപ്ലീറ്റ് കളച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പ് ഇട്ടിരിക്കുന്നത്. ഭാവിയിലൊരു മെയിൻ്റനൻസ് വരുമ്പോൾ നമുക്ക് സ്പ്രിംഗ്ലറിന് പെട്ടെന്ന് എന്തെങ്കിലും ഡാമേജ് പൊട്ടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് ഏകദേശം 1 അടി ഹൈറ്റ് വരുന്നില്ല ലെവൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇവിടേക്ക് വരുന്ന കംപ്ലീറ്റ് നെറ്റ്വർക്കിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. TV യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് വൈഫൈൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് കൺസീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ കാണുന്ന കേബിൾ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ സിൻഡെക്സ് ബോക്സ് ഇല്ലാതെ കൊടുക്കുക. പക്ഷേ എന്താ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്തെങ്കിലും കാരണവശാൽ മെയിൻ്റനൻസും കാര്യങ്ങളും വരുമ്പോൾ ഇടങ്ങാറാണ്. പിന്നെ അതുമല്ല ഇവിടെ ആകെ ടോട്ടൽ വന്നിരിക്കുന്നത് 3 1 ഇഞ്ചും 1 ഇഞ്ചിൻ്റെ പ്ലംബിംഗ് പൈപ്പാണ്. ഇവിടുന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് അത്രയും പൈപ്പ്. അല്ലെങ്കിൽ ആ ചുമര് അത്രയും ഭാഗം അവിടെ കുത്തിപ്പൊളിച്ച് കളയണം. ഇത് അത്യാവശ്യം നല്ല ഗേജുള്ള യു ജി ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കാറ്റ് 6 നല്ല അത്യാവശ്യം ബലമുള്ള യു ജി ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഉറപ്പിച്ച് തേക്കാണ്ട് ഇത് കംപ്ലീറ്റ് അടച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ലോക്കായി നിൽക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കാരണം മറ്റേതാകുമ്പോൾ ഓപ്പണായി നിൽക്കുമ്പോൾ വൃത്തിയേടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ ഫൈബർ ഒപ്റ്റിക്കലാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട വയർ നേരെ കൊടുത്തിട്ട് അവിടെ നിർത്തിക്കണം കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് ആ പോസ്റ്റ് വരുന്നുണ്ട്. ആ പോസ്റ്റിലേക്ക് നേരിട്ടാണ് കൊടുക്കും. അപ്പോൾ അവിടുത്തെ ഫൈബർ ഒപ്റ്റിക്കലും അതേപോലെ അവിടെ ഒരു CC ക്യാമറയുടെ വയർ ചാക്കിൽ കെട്ടിക്കണം കേട്ടോ. അത് CC ക്യാമറയുടെ വയറാണ്. അതും നമ്മൾ ആ സൈഡിലേക്കാണ് കൊണ്ടുപോയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ അതും അതിന് മേലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ CC ക്യാമറ അവിടുന്ന് ഫേസ് ചെയ്തിട്ട് നേരെ ആ റോട്ടിലേക്ക് ഫേസ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഫൈബർ ഒപ്റ്റിക്കലിൻ്റെ നേരെ 2 ലെയർ ആക്കിയിട്ട് മുകളിൽ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. അത് അവിടുന്ന് കറക്റ്റായിട്ട് അവിടെ കൊടുക്കും. പിന്നുള്ളത് ഇതിൻ്റെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ CC ക്യാമറയുടെ നമ്മൾ ടോട്ടൽ 3 സൈഡ് കൂടി റോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഫേസ് ചെയ്തിട്ട് ഒരു ക്യാമറ അവിടെ നേരത്തെ കണ്ട പോലെ പാനൽ ബോർഡിൻ്റെ അവിടെ വെച്ചു, ഒരു ക്യാമറ അവിടെ വെക്കണം കേട്ടോ. അവിടെ വയർ കെട്ടി തൂക്കിച്ചിട്ടുണ്ടോ. അപ്പോൾ അവിടുന്ന് ഒരു CC ക്യാമറ ഈ ഫേസ് ചെയ്തിട്ട് റോഡിലേക്ക് അത് നേരെ അങ്ങോട്ട് റോഡാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് കിട്ടും. പിന്നെ ഒരു CC ക്യാമറ ഇതിൻ്റെ വീടിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി പുറത്തു കൂടി വരുന്ന CC ക്യാമറയാണ്. കൂടാതെ വീടിൻ്റെ ഉള്ളിൽ കൂടി വീടിൻ്റെ പുറത്തു കൂടി വേറെ CC ക്യാമറകൾ വരുന്നുണ്ട്. അത് നമ്മൾ വയർ വലിച്ചിട്ടില്ല. അത് സാധാ CC ക്യാമറയുടെ വയറായിട്ടുണ്ട്. ഇത് UG ആയതുകൊണ്ട് മണ്ണിൻ്റെ അടി കൂടെ ആയതുകൊണ്ടേ ഇപ്പോൾ UG ഇട്ടിരിക്കുന്നു. ആ ക്യാമറ ടോട്ടലായിട്ട് അവിടെയാണ് വരിക കേട്ടോ. അത് അവിടുന്ന് അങ്ങോട്ട് റോഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് കിട്ടും. അപ്പം ടോട്ടൽ 3 ക്യാമറയാണ് പുറത്തു കൂടി കൊടുക്കുന്നത്. ബാക്കിയുള്ള ക്യാമറകളൊക്കെ നമ്മൾ പുറത്തു കൂടി പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് വയർ വലിച്ചിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പാണ്. ഈ മോൾ കൂടി വരുന്ന പൊക്കി നിർത്തിക്കുന്നത് കേട്ടോ. കാരണം അത് നമുക്ക് സ്പ്രിംഗ്ലറാണ് വരുന്നത്. ഇവിടെയൊക്കെ സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒരു ഏരിയ ഇൻ്റർലോക്ക് കഴിഞ്ഞിട്ട് ഫുള്ള് പുല്ലാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടേക്ക് സ്പ്രിംഗ്ലർ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പൈപ്പുകളാണ് നമ്മൾ പറഞ്ഞ എല്ലാ നെറ്റ്വർക്കിൻ്റെയും ഈ പറഞ്ഞ പോലെ ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ യൂജിയുടെ ബോക്സും കാര്യങ്ങളൊക്കെ വരിക. പുറത്തെ ഗാർഡൻ ലൈറ്റിൻ്റെ യൂജിയും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അതൊക്കെ ഈ ഭാഗത്താണ് വരിക കേട്ടോ ടോട്ടലായിട്ട്. അപ്പോൾ ഈ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോർബെല്ലിൻ്റെ ആ ഭാഗമാണ് വരിക കേട്ടോ. ഇവിടെ നമ്മൾ ഓട്ടോമേഷൻ ഷട്ടർ വെച്ചിട്ടുണ്ട്. ഓട്ടോമേഷൻ ഷട്ടറിൻ്റെ ഞാൻ വീഡിയോ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഒക്കെപ്പാടെ ലെങ്ത് ആവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഷട്ടറാണ് കേട്ടോ. ഇത് വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അവിടുത്തെ UG കേബിളും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞു. അവിടെ സിൻഡെക്സ് ബോക്സിൽ കയറ്റിയിട്ടുണ്ട്. ഇത് 2-3 പാർട്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഇത് ഇടുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല കേട്ടോ.
ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇനി യു ജി കേബിൾ ഇട്ടിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള വീട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ യു ജി കേബിൾ ഇട്ടിട്ട് ചെയ്യണം, അതിൽ യു ജി കേബിൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്നും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.